സോ നമ്മുടെ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. സോ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിലൂടെ DNA ഫ്രാഗ്മെൻസുകൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യിക്കുന്നത്. സോ ഇതാണ് ആ ഒരു ട്രേ, അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിനുള്ള ട്രേ. അതിൽ നമ്മൾ മീഡിയം അഥവാ മാട്രിക്സ് ആയിട്ടുള്ള അഗാരോസ് ഇവിടെ ജെൽ ഫോമിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അഗാരോസ് എന്ന് പറഞ്ഞ ജെല്ല് ഈ പറഞ്ഞ ട്രേയിൽ കൊടുത്തിട്ട് ആ ട്രേയിൽ തന്നെ നമ്മൾ കുറേ വെല്ലുകൾ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു കോമ്പ് പോലെ ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ വെൽസ് ക്രിയേറ്റ് ചെയ്യണത്. നമുക്ക് കാണാം 1 2 3 4 അങ്ങനെ 4 വെല്ലുകൾ ഈ ജെല്ലിൽ കോമ്പ് ഇങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൽ വെൽസുകൾ ക്രിയേറ്റഡ് ആവുന്നു. ആ വെല്ലുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, DNA ഫ്രാഗ്മെൻറ്റുകൾ വെല്ലുകളിൽ നമ്മുടെ DNA റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്ത് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ DNAയുടെ സാമ്പിളിനെ നമ്മൾ ഈ വെല്ലുകളിൽ ലോഡ് ചെയ്യുന്നു. ആദ്യത്തെ ലൈൻ ഫസ്റ്റ് ആ വെല്ലിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈം ആഡ് ചെയ്യാത്ത DNA സാമ്പിളാണ് ഇതിൽ ആഡ് ചെയ്തേക്കണം. 2 3 4 ഈ സെക്കൻഡ് തേർഡ് ഫോർത്തിലൊക്കെ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ഡൈജസ്റ്റ് ചെയ്ത ആ DNA സാമ്പിളുകളാണ് 2 3 4ലൊക്കെ നമ്മൾ ആഡ് ചെയ്തിരുന്നത്. സോ ഫസ്റ്റ് വെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ ബാൻഡേ കാണുള്ളൂ, ഒരു വലിയ ബാൻഡായിട്ടാണ് കാണുന്നത്. സോ അതായത് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ളതാണ് DNA. ഈ DNA റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്തിട്ടില്ല, അതാണ് അത്. അതേസമയം 2 3 4 ആ വെല്ലുകളിലൊക്കെ പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ DNA ഫ്രാഗ്മെൻറ്റുകളുടെ അതിൻ്റെ സൈസ് അനുസരിച്ച് അതിനെ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഒരു 4ാമത്തെ വെല്ലെടുക്കുകയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇവിടെ കാണുന്നത് ഈ വെല്ലിന് തൊട്ടടുത്ത് കാണുന്നത് ലാർജസ്റ്റ് DNA സൈസ് ഉള്ളതായിരിക്കും. അതായത് ഏറ്റവും സ്മോളസ്റ്റ് സൈസ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെൻ്റ് ആയിരിക്കും ഏറ്റവും അകലെ കിടക്കുന്ന, വെല്ലിൽ നിന്ന് ഒരുപാട് അകലെ കിടക്കുന്ന ഏറ്റവും സ്മോൾ സൈസിലുള്ള DNA ഫ്രാഗ്മെൻറ്റ്. സോ ഒരു പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ആ DNAനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ DNA ഫ്രാഗ്മെൻറ്റുകൾ ഈ അഗാരോസിൻ്റെ സീവിങ് എഫക്റ്റ് മൂലം അത് ഈ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള DNA ആനോഡിലേക്ക് അത് മൂവ് ചെയ്യുന്നു. സോ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു പെർട്ടിക്കുലർ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിലൂടെ നെഗറ്റീവ് ചാർജുള്ള DNA ഇങ്ങനെ ഈ അഗാരോസിൻ്റെ സീവിങ് എഫക്റ്റിലൂടെ മൂവ് ചെയ്തു. സോ ഏറ്റവും ആദ്യം മൂവ് ചെയ്യുന്നത് സ്മോളർ DNA ഫ്രാഗ്മെൻറ്റ്സ്. സോ ചെറിയ DNA ഫ്രാഗ്മെൻറ്റ്സുകൾ ഫാർദർ മൂവ്സ്, ഈ വെല്ലിൽ നിന്ന് ഒരുപാട് ദൂരെ ഏറ്റവും ആദ്യം സ്മോളർ DNA ഫ്രാഗ്മെൻറ്റുകൾ മൂവ് ചെയ്യുന്നു. പിന്നെ അടുത്തത് അങ്ങനെ ഏറ്റവും വലിയ DNA ഫ്രാഗ്മെൻറ്റ് വെല്ലിന് തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റും. അതായത് അധിക ദൂരം ഈ ലാർജസ്റ്റ് DNA ഫ്രാഗ്മെൻറ്റ് മൂവ് ചെയ്യില്ല. സോ നമ്മൾ 3ാമത്തെ സാമ്പിൾ എടുത്തു കഴിഞ്ഞാലും ഇതാണ് അതിലെ സ്മോളസ്റ്റ് DNA ഫ്രാഗ്മെൻറ്റ്, ഇതാണ് അതിൻ്റെ ലാർജസ്റ്റ് DNA. 2ാമത്തെ എടുത്താലും ഇതാണ് അതിൻ്റെ ലാർജസ്റ്റ്, ഈ റെസ്ട്രിക്ഷൻസ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതാണ് ലാർജസ്റ്റ് DNA ഫ്രാഗ്മെൻറ്റ്, ഇതാണ് അതിൻ്റെ സ്മോളസ്റ്റ്. സോ ഓരോ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യുമ്പോൾ DNAയുടെ ആ ഫ്രാഗ്മെൻറ്റുകൾ നമുക്ക് കിട്ടുന്നു. അത് ഈ അഗാരോസിൽ നമ്മൾ പറഞ്ഞു ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡുകളായിട്ട് നമുക്ക് DNA ഫ്രാഗ്മെൻറ്റുകളെ കാണാവുന്നതാണ്. ഈ ബ്രൈറ്റ് ഓറഞ്ച് കളർ DNA ഫ്രാഗ്മെൻറ്റുകൾ കാണുന്നത് എപ്പോഴാണ്, എത്തിഡിയം ബ്രോമൈഡ് വെച്ചിട്ട് ഇതിനെ സ്റ്റെയിൻ ചെയ്യണം. നമ്മുടെ DNA സാമ്പിൾ അല്ലെങ്കിൽ ഇതിനെ ജെല്ലിനെ എത്തിഡിയം ബ്രോമൈഡ് വെച്ച് സ്റ്റെയിൻ ചെയ്യുകയും അതിനുശേഷം ഈ അഗാരോസ് ജെല്ലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, UV ലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്യുന്നു. സോ അണ്ടർ എക്സ്പോഷർ ഓഫ് UV ലൈറ്റിലും ഈ സ്റ്റെയിനിങ് ഓഫ് എത്തിഡിയം ബ്രോമൈഡ് കാരണമാണ് ഈ DNA ഫ്രാഗ്മെൻറ്റ് നമ്മൾ വെല്ലിൽ ആഡ് ചെയ്ത DNA സാമ്പിളുകൾ DNA ഫ്രാഗ്മെൻറ്റുകൾ ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡുകളായിട്ട് നമുക്ക് DNAനെ കാണുന്നത്. സോ അതൊരു ടിപ്പിക്കൽ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിൻ്റെ ഒരു ഫിഗറാണ്. അതിൽ നമുക്ക് അൺഡൈജസ്റ്റഡ് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യാത്ത ഒരു DNA സാമ്പിൾ അങ്ങനെ തന്നെ കാണുന്നുണ്ട്. പിന്നെ ഡൈജസ്റ്റഡ് ആയത് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്ത DNA സാമ്പിളുകളും നമുക്ക് കാണാം 2 3 4. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റ് വെല്ലിൽ നിന്ന് ഒരുപാട് ഒരുപാട് ദൂരെ മൂവ് ചെയ്യും. ഏറ്റവും വലിയ DNA ഫ്രാഗ്മെൻറ്റ് അധികം മൂവ് ചെയ്യാതെ വെല്ലിനോടടുത്തുള്ള ലൈനിലും കിടക്കുന്നതായിരിക്കും.